ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 279 ദിവസം. സൂറത്തുൽ ബഖറ 273. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم. ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ പ്രയത്നിക്കുവാൻ കഴിയാത്തവണ്ണം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സേവനങ്ങളിൽ ബന്ധിതരായ ദരിദ്രജനത്തിന് നിങ്ങൾ സവിശേഷം സഹായം നൽകേണ്ടതാകുന്നു. അവരുടെ ആത്മാഭിമാനം കണ്ട് അജ്ഞന്മാർ അവരെ സമ്പന്നരെന്ന് ധരിക്കുന്നു. ലക്ഷണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവരുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ കഴിയും. അവർ ആളുകളെ വിടാതെ പിന്തുടർന്ന് യാചിച്ചു കൊണ്ടിരിക്കുകയില്ല. അത്തരക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ഏതു മുതലിനെക്കുറിച്ചും അള്ളാഹു നല്ലവണ്ണം അറിയുന്നുണ്ട്. ഭൗതിക ലോകത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സമ്പത്ത് വേണമല്ലോ. വിവിധ തരം ഉപജീവന മാർഗങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ഹലാലായ ഏതു തൊഴിലും കച്ചവടവും അന്തസ്സുള്ള ധനസമ്പാദന മാർഗം തന്നെ. എന്നാൽ ഇത്തരം തൊഴിലുകൾക്കോ കച്ചവടങ്ങൾക്കോ പോവാൻ ഒഴിവ് ലഭിക്കാത്ത വിധം ദീനീ സേവനങ്ങളിൽ വ്യാപൃതരായവരുണ്ടാകും. അവർ ഒരുപക്ഷെ യുദ്ധത്തിലാവാം, അല്ലെങ്കിൽ പ്രബോധന പ്രവർത്തന രംഗത്താവാം, ദീനീ വിജ്ഞാന രംഗത്താവാം, ദീനിൻ്റെയും സമുദായത്തിൻ്റെയും മറ്റേതെങ്കിലും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സംരംഭത്തിൽ ഏർപ്പെട്ടവരാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ ഇത്തരം ആളുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷവും ഉണ്ടായിരുന്നു, എക്കാലത്തും ഉണ്ടാവും. അവർ ചെയ്യുന്ന സേവനങ്ങൾ നിർത്തിവെച്ച് വല്ല തൊഴിലുകൾക്കും അവർ പോകുന്നത് ഉമ്മത്തിന് നഷ്ടമാണ്. അതിനാൽ അത്തരം മുഴുസമയ ദീനീ പ്രവർത്തകർക്ക് ജീവിത വിഭവം നൽകേണ്ടത് ഉമ്മത്തിൻ്റെ തന്നെ ബാധ്യതയാണ്. മാന്യന്മാരായ അത്തരക്കാർ ആളുകളോട് യാചിക്കുകയില്ല. അവരുടെ മാന്യമായ വസ്ത്രധാരണവും പെരുമാറ്റവും കണ്ടാൽ അവർ ധനികരാണെന്ന് സാധാരണക്കാർ തെറ്റിദ്ധരിച്ചേക്കും. എന്നാൽ കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുന്നവർക്ക് അവരെ മനസ്സിലാക്കാം. നിങ്ങൾ ചെലവ് ചെയ്യുന്ന ഏതു മുതലിനെക്കുറിച്ചും അള്ളാഹു നന്നായി അറിയുന്നുണ്ട്. അവനാണല്ലോ പ്രതിഫലം നൽകുകയും ദാനധർമ്മങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നവൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.